ഞങ്ങള് പൂവറിക്കാൻ പോയതല്ലേ? പൂവറിക്കാൻ പോയതാണാ? അങ്ങനെ അവിടെ പോയി സൂപ്രണ്ട് പുറത്തങ്ങനെ കറങ്ങി നടക്കണ കണ്ടല്ലോ. ഒരു കാര്യം, പുള്ളി വരുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും വിനോദ കായിക പരിപാടികളിൽ ഏർപ്പെടാം. മോനെ കിടിച്ചോണ്ടിരിക്കാൻ നീ വന്നേ. ഇടാ, നീ പറഞ്ഞിട്ടാണ് എന്റെ മോനെ ഞാൻ പെണ്ണ് കാണിക്കാൻ കോട്ടയത്ത് കൊണ്ടുപോയത്. ആ കോട്ടയത്ത് കണ്ട പെണ്ണിനെ കുറിച്ച് നീ എന്തൊക്കെയാണ് പറഞ്ഞ? പെണ്ണിനെ കണ്ട കിളി പോലിരിക്കുമെന്ന് പറഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോ എന്താ പെണ്ണ് മൂങ്ങയെ പോലിരിക്കുന്നേ? മൂങ്ങ എന്ത് കിളിയല്ലേ? അത് പോട്ട്. ഇവൻ ആ പെണ്ണിന്റെ പല്ലിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? മുല്ലമൊട്ട് പോലിരിക്കുന്നു പറഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോ എന്താ ഒരുമാതിരി വിടർന്ന് കോന്തം പല്ല് പോലിരിക്കുന്നേ. എന്റെ പൊന്നു സാറേ, ഞാൻ ചെന്ന് കണ്ടപ്പോ മുല്ലമൊട്ട് പോലെ ആയിരുന്നത്. സാറ് 2-3 ദിവസം കഴിഞ്ഞല്ലേ എന്ന് കണ്ടത്? അപ്പൊ വിടന്ന് കാണും, സമയം ഒരുപാട് കഴിഞ്ഞില്ലേ? എന്നാലും വല്ലാത്ത കഷ്ടമായിപ്പോട്ടെ. 4 പേര് കേൾക്കാൻ വേണ്ടിട്ട് ഒരു സന്തോഷ വാർത്ത. വരുന്ന 15-ാം തീയതി സെൻട്രൽ ജയിൽ വാർഷികമാണ്. അപ്പൊ നിങ്ങൾ 4 പേരും വെച്ച് ഒരു നാടകം സെറ്റ് ചെയ്യാനാണ് IG-യുടെ ഓർഡർ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. നാളെ രാവിലെ 10 മണിക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ, സ്ക്രിപ്റ്റും ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഏറ്റവും അങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നാളെ രാവിലെ കാണാം. ഓക്കെ? ഞാൻ പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടാ? ഉണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ. ഓക്കെ? നാടകം ആരംഭിക്കുന്നു, റിഹേഴ്സൽ ആരംഭിക്കുന്നു. അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു. ചിന്ത വിളിക്കാനല്ല, അച്ഛനാരാന്ന് വെച്ചാ കേറി വാ. നീയാണ് അച്ഛൻ, നീ അച്ഛനല്ല, കേറിപ്പോ. അത്തുവാ അച്ഛനാരാന്ന് വെച്ചാ കേറി വാങ്ങിക്കോട്ടെ. പെട്ടെന്ന് വാങ്ങിക്കോട്ടെ. ഇവിടെ വന്നില്ലേ? നീയാണ് അച്ഛൻ. കല്യാണം പോലും കഴിച്ചിട്ടില്ല. പിന്നെ ഈ കല്യാണവും ഫസ്റ്റ് നൈറ്റും എല്ലാം ഇവിടെ വെച്ച് നടത്താം. മിണ്ട അവിടെ നിന്നാണ്. നീയാണ് അച്ഛൻ. അച്ഛൻ ഉലാത്തുന്നു. അച്ഛൻ ഒലത്തനാ? അച്ഛൻ ഉലാത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് നടക്ക്. അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു. മോള് വരുന്നു. പെണ്ണാരാന്ന് വെച്ചാ കേറി വാങ്ങിക്കോട്ടെ. എന്താടാ ഇത്? പെണ്ണാണേ പെണ്ണ്. ഞാൻ പെണ്ണാണ്, പെണ്ണ്. നീ വിളി അച്ഛാ. അച്ഛാനെ വിളിയിടാ. അച്ഛാ, നിനക്ക് രാഘവനെ ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് രാഘവനെ ഇഷ്ടമാണ്. അത് തന്നെ. അത് നടക്കില്ല. അവൻ നടക്കില്ല. അവനല്ല, അത് നടക്കില്ല. അത് നടക്കില്ല. അടുത്ത ഡയലോഗ്. ഇതെല്ലാം പോട്ട്. കാമുകം വരുന്നു. കാമുക കേറി വാങ്ങിക്കോട്ടെ. എന്താടാ കാമുക ഇങ്ങനെ വരുന്നത്? പെണ്ണിനെ കണ്ട് സന്തോഷം. കടക്കുപുറത്ത്. അങ്ങ് കൊണ്ട് കയറിയാണ്. അങ്ങ് വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റിനകത്ത് വളരെയധികം കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു ഡയലോഗ് ഉണ്ട്. ഈ ഡയലോഗ് നീ അടിപൊളിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ ഇരിക്കുന്ന IG-യും പോലീസുകാരും പ്രതികളും എല്ലാം കൈയടിക്കും. ഓക്കെ? ഡയലോഗ് പറഞ്ഞു തുടങ്ങിക്കോ. പ്രേമത്തിന്റെ വിശ്വപ്രസിദ്ധമായ വഴികളിലൂടെ കടന്നു വന്ന ആകാശ നീലിമയിലൂടെ ഞാൻ പറന്നു വന്ന് നിന്റെ കഴുത്തിൽ മരണമാല്യം ചാർത്തിക്കോട്ടെ. കുറച്ചുകൂടെ അങ്ങ് നീട്ടാതെന്ത്? ഞാൻ കളിക്കില്ല. ചെറുതൊക്കെ അവമാർഗം കൊടുത്തിട്ട് വലുത് എനിക്കാ. കുറച്ചുകൂടെ അങ്ങ് നീട്ടാതെന്ത്? ഇത് അങ്ങനെയൊന്നും അല്ല ഈ കളി. ഇതെല്ലാം പോട്ട്. വില്ലൻ വരുന്നു. വില്ലൻ ആരാന്ന് വെച്ചാൽ കേറി വാടാ കുരുട്ടെ. നീ ആനാടേ വില്ലൻ? വില്ലൻ എന്താ കിണിച്ചോണ്ടാ വരുന്നേ? പോയി ദേഷ്യത്തി വാടാ. ദേഷ്യം. കൊള്ളാം. ദേഷ്യത്തി വാ. ആരടാ നീ? എന്റെ അടുത്തല്ലടാ, അവന്റെ അടുത്ത്. ആരടാ നീ? തോക്ക്. ഞാൻ തോക്കത്തൊന്നും. അതല്ല, തോക്കെടുത്ത് തോക്ക് ചൂണ്ടുന്നു. ഇന്നല്ല ബാക്കി ചൂണ്ട്. അയ്യ അവിടല്ല, അവനെ ചൂണ്ട്. ആ ഡയലോഗ് പറ. പറഞ്ഞു. അരേ സാലെ കുത്തേ. ഇല്ലെന്താ മീൻ കച്ചവടോ? കരഞ്ഞുകൊണ്ട് വികാരാധീനനായി അച്ഛൻ മക്കളോട് എന്നെ ധിക്കരിക്കരുത്. അവസാന കല്യാണം ഉറപ്പിച്ച എല്ലാവർക്കും സന്തോഷം. എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സന്തോഷം. അവസാന കല്യാണം ഉറപ്പിച്ചു. നിങ്ങളിൽ 3 പേർ കല്യാണ പെണ്ണിന് സ്വർണ്ണം വാങ്ങാൻ പോകുന്നു. നമ്മൾ 3 പേര് കല്യാണ പെണ്ണ് സ്വർണ്ണം വാങ്ങാൻ പോകുന്നു. നീ ഇങ്ങ് വാ. നല്ലൊരു വഴിക്ക് പോകുമ്പോ പുറകുന്നു. നിങ്ങൾ പോ. നീ ഇങ്ങ് വാ. നിങ്ങൾ പോ. അച്ഛൻ ഇവിടെ നില്ലേ. നിങ്ങൾ 3 പേരും പോ. പൊയ്ക്കോ. എന്തൊരു കഷ്ടമെന്ന് പറയുമ്പോമാരൊക്കെ ഒന്ന് നാടകം പഠിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ. അതെ, നമ്മുടെ നാട്ടിലൊക്കെ അച്ഛനും പോകും സ്വർണം മേടിക്കാൻ. എന്റെ നാടകത്തിൽ അച്ഛൻ പോവില്ല സ്വർണം വാങ്ങാൻ. അയ്യോ, എന്തേ സാറേ, ഒരു കാര്യം മറന്നുപോയി. ഒരു മോതിരത്തിന്റെ ഒരു ഓർഡറും കൂടെ കൊടുക്കാണ്ടോ? ഞാൻ കൊടുത്തിട്ട് പെട്ടെന്ന് നീ വരാം. അവിടെ അടങ്ങില്ലടാ. ക്ലൈമാക്സ് സീനായി നിൽക്കുമ്പോഴാണ് ഇവന്റെ ഒരു ഞാൻ പറയുമ്പോ എന്നാ മതി. ഓക്കേ, ഇത്രയൊക്കെ സമയം കൊടുക്കാവുള്ളൂ അല്ലേ? അത്രയൊക്കെ കൊടുക്കാവൂ. ആണ്. കേറി പോരേ.
പോരേ. ആ, സാർ എന്നാ പണിയാ സാറേ കാണിച്ചത്? എന്തേ? സാർ ഇവിടെ നോയിക്കൊണ്ട് നിന്നിട്ടാണോ 3 പ്രതികൾ ദേ മതിലും ചാടി ജയിലും ചാടി പോയത്? ഒരൊറ്റ ഇടി എന്നിട്ടല്ലേ ഇവിടെ നാടകത്തിന്റെ റിഹേഴ്സലാണ്, എന്റെ ക്ലൈമാക്സ് സീനാണ്. അവർ 3 പേര് ചാടിപ്പോയതല്ല, പിന്നെ അവർ 3 പേര് കല്യാണ പെണ്ണിന് സ്വർണം വാങ്ങാൻ പോയതാണ് ക്ലൈമാക്സ് സീൻ. എന്റെ പൊന്ന് സാറേ, നാടകം വരുമ്പോ IG വരെ സാറിന് പ്രൊമോഷൻ തരും. അയ്യൊക്കെ മുമ്പിൽ പെർഫോമൻസ് ആയിരുന്നു. ആ, അതാണ്. ഈ മതില് ചാടിയിട്ടേ അവർ ആ റോഡിൽ ഇറങ്ങിയിട്ട് ഒരു പാണ്ടി ലോറിയുടെ ബാക്കിൽ ഇവർ 3 പേരും കൂടെ ചാടി ഇങ്ങോട്ട് തൂങ്ങി പോകുന്ന സീന്. ഓ എന്നാ പാവോ സാറേ, ഞാൻ കണ്ടിട്ട് അങ്ങ് കോരി തരിച്ചു പോയെന്ന്. ഏതേ ഇവർ ആ റോഡിലോട്ട് ചാടിയിട്ടെ ഒരു പാണ്ടി ലോറിയുടെ ബാക്കിൽ ഇവർ 3 പേരും കൂടെ ചാടി കയറി വടക്കോട്ട് പോയി. ലോറിയുടെ ലോറി കയറിപ്പോയി. റോഡിൽ? ഞാനവിടെ ചായ എടുക്കാൻ കണ്ടാമാര് കയറിപ്പോയി. ചാടിപ്പോയി. ആ. കോൺസ്റ്റബിൾ, സാർ ഇതുപോലൊരു മുണ്ടും ബനിയനും കൊണ്ടുവരൂ. ആർക്കാ? എനിക്കാ. എന്തിനാ സാർ? എന്റെ കാര്യത്തിൽ തീരുമാനമായി.